നമസ്കാരം. ഇന്ന് നമുക്ക് വരാഹ മഹാപുരാണത്തെക്കുറിച്ചൊന്ന് നോക്കാം. ഭിന്നാഞ്ജനാശ്യാമതനുർദരിത്രേ മാശ്ലിഷ്യഗോത്രേണ നിജേന ജിക്രൻ ശങ്കാബ്ജചക്രൻ സഹദാണ്ഡദാന പായാതപായാൽ പ്രഥമോ വരാഹ. താത്വികവും ആധ്യാത്മികവുമായ സൃഷ്ടിയും സംഹാരവും വിശാലമായി വിവരിക്കുന്ന ഒരു പുരാണമാണ് വരാഹ മഹാപുരാണം. സൃഷ്ടിപ്രക്രിയ, വരാഹാവതാരകഥ, ധർമ്മവും മോക്ഷവും, ആരാധനാവിധികൾ, രത്നശാസ്ത്രം ഒക്കെ പ്രതിപാദ്യ വിഷയമാണ് വരാഹ മഹാപുരാണത്തിൽ. വരാഹാവതാരം പ്രകൃതിയുടെ സംരക്ഷണത്തിനായുള്ള ദൈവത്തിൻ്റെ ശക്തി എന്നതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഭൂമിയെ സംരക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ദയയും കരുണയും ഇതിൽ പ്രതിഫലിക്കുന്നു. ഭൂമി ചുഴലിക്കുള്ളിൽ അകപ്പെട്ട് നശിപ്പിക്കപ്പെടുമ്പോൾ ഭഗവാന്റെ ദിവ്യശക്തി ഈ അനന്ത പ്രളയത്തിൽ നിന്ന് വരാഹ രൂപത്തിൽ ഭൂമിയെ രക്ഷിക്കുന്നു. ഭൂമിയുടെ സംരക്ഷണം, ധാർമ്മികതയുടെ പുനഃസ്ഥാപനം, വിശ്വാസം, ദയ, ശക്തി എന്നിവ വരാഹ മഹാപുരാണത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ് വരാഹാവതാരം. ലോകത്തിൻ്റെ ഓരോ ദുരിതകാലത്തും സംരക്ഷണത്തിനായി ഭഗവാൻ ഓരോ രൂപത്തിൽ അവതരിക്കുന്നു. സൃഷ്ടിയുടെ സംരക്ഷണത്തിനായാണ് ഭഗവാൻ ഓരോ അവതാരം എടുക്കുന്നത്. ഈ പുരാണം കേൾക്കുന്നതും വായിക്കുന്നതും ഒരുവൻ്റെ പാപങ്ങളെ നശിപ്പിക്കുകയും മോചിപ്പിക്കുകയും മനസ്സിൻ്റെ ക്ലേശങ്ങളെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. ആഖ്യാനങ്ങൾ, ഉപാഖ്യാനങ്ങൾ, മാഹാത്മ്യ കഥകൾ, ഉൽപ്പത്തി കഥകൾ, വ്രതനിഷ്ഠകൾ എന്നിങ്ങനെ വൈവിധ്യപൂർണമായ ആഖ്യാനങ്ങൾ വരാഹ മഹാപുരാണത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൽ 217 അധ്യായങ്ങൾ കാണാം. അവതാരങ്ങളിൽ മൂന്നാമത്തേതാണ് വരാഹപുരാണം. ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ തേറ്റമേൽ പൊങ്ങിച്ച ഭഗവാനാണ് വരാഹ. ഭൂമി ലാഭത്തിനും വ്യവസായ പുരോഗതിക്കും വരാഹമൂർത്തി ഭജനം ഉത്തമമായി വിശ്വാസികൾ കരുതുന്നു. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഭൂമി പൂജയാണ്. തിരുവനന്തപുരത്ത് ശ്രീവരാഹത്ത് ഒരു വരാഹമൂർത്തി ക്ഷേത്രം ഉണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സാത്വികമായ അഭിവാഞ്ച ഉണ്ടാകുമ്പോൾ സ്വയം കാമ ക്രോധാദികളാകുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങി അവയെ നശിപ്പിച്ച് സ്വന്തം സത്വരൂപത്തെ ഉയർത്തണം. വരാഹം ഭൂമിയെ ഉയർത്തിയെന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെ. ഒരു സാധകൻ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം സത്വശുദ്ധിയെ ചളിയിൽ നിന്നും കാമ ക്രോധാദികളിൽ നിന്നും ഉയർത്തുക എന്നത് തന്നെ. എറണാകുളം ചേറായി വരാഹമൂർത്തി ക്ഷേത്രം, വാരാപ്പുഴ വരാഹക്ഷേത്രം ഇവിടങ്ങളിലും വരാഹമൂർത്തി പ്രതിഷ്ഠയുണ്ട്. എല്ലാ വർഷവും വരാഹ ജയന്തി ആഘോഷിക്കാറുണ്ട്. 2024 സെപ്റ്റംബർ 6 വരാഹ ജയന്തി ആഘോഷിച്ചു. ഈ ദിവസം മഹാവിഷ്ണുവിനുള്ള സമർപ്പണമായതിനാൽ വരാഹ ജയന്തിക്ക് ഭക്തരുടെ ഇടയിൽ വലിയ പ്രാധാന്യം ഉണ്ട്. പന്നി രൂപമാണ് വരാഹം. 1 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ ആദിഭൂത വൃത്താന്തം, നാരദ ജന്മോപാഖ്യാനം, ആദികൃത വൃത്താന്തം, വസുചരിതം, നാരായണ ഐശ്വര്യം, ശ്രാദ്ധകൽപ്പം, മഹാതപോഖ്യാനം, ഗൗരി വിവാഹം, നാഹോൽപ്പത്തി, സ്കന്ദോൽപ്പത്തി എന്നിവ വിവരിച്ചിരിക്കുന്നു. 26 മുതൽ 50 വരെ അധ്യായങ്ങളിൽ ആദിത്യ ഉൽപ്പത്തി, ധനുദേവത ഉൽപ്പത്തി, പരാത്പര നിർണയം, രുദ്രോൽപ്പത്തി, മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമന, ബുദ്ധദ്വാദശി വ്രത, കൽക്കി ദ്വാദശി വ്രതം, പത്മനാഭ ദ്വാദശി വ്രതം, ധരണി വ്രതം തുടങ്ങിയവ പ്രതിപാദിച്ചിരിക്കുന്നു. 51 മുതൽ 75 വരെ അഗസ്ത്യഗീത, ശുഭവ്രതം, കാന്തിവ്രതം, സൗഭാഗ്യവ്രതം, ശാന്തിവ്രതം, കാമവ്രതം, ആരോഗ്യവ്രതം, പുത്രപ്രാപ്തിവ്രതം, ശൗര്യവ്രതം, സാർവഭൗമവ്രതം, നാരായണ ആശ്ചര്യം, രുദ്രഗീത എന്നിവയെ വിവരിക്കുന്നു. 76 മുതൽ 100 വരെയുള്ള അധ്യായങ്ങളിൽ ഭുവനകോശം 2 മുതൽ 14 വരെ കാണാം. ശ്രീശക്തി മാഹാത്മ്യം, രുദ്രമാഹാത്മ്യം, തിലധേനു മാഹാത്മ്യം, ജലധേനു മാഹാത്മ്യം, രസധേനു മാഹാത്മ്യം തുടങ്ങിയവയും കാണാം. 101 മുതൽ 125 വരെ ഗുഡധേനു മാഹാത്മ്യം, മധുധേനു, ക്ഷീരധേനു, ദധിധേനു, നവനീതധേനു, ലവണധേനു, കർപ്പാസധേനു, ധാന്യധേനു മാഹാത്മ്യം, ചാതുർവർണ്ണ്യം, കർമ്മകൽപ്പന, സുഖദുഃഖ നിശ്ചയം, ദേവ ഉപചാരവിധി, ദേവ്യകർമ്മവിധി, പുനർജനി മോക്ഷം, മായാചക്രം മുതലായവ വിവരിക്കുന്നു. 126 മുതൽ 150 വരെ ബ്രാഹ്മണ ദീക്ഷാവിധി, ചാതുർവർണ്ണ ദീക്ഷാവിധി, താമ്രമാഹാത്മ്യം, പ്രായശ്ചിത്തങ്ങൾ, ചണ്ഡാല ബ്രഹ്മക്ഷേത്രോപാഖ്യാനം, ബദരികാശ്രമ മാഹാത്മ്യം, മന്ദാര മഹിമ വർണ്ണനം, ശാലഗ്രാമ ക്ഷേത്ര മാഹാത്മ്യം, ദ്വാരക മാഹാത്മ്യം, സാനന്തൂര മാഹാത്മ്യം മുതലായവയും കാണാം. 151 മുതൽ 175 വരെ അധ്യായങ്ങളിൽ മധുരാതീർത്ഥ പ്രശംസ, യമുനാതീർത്ഥ പ്രഭാവർണ്ണനം, മധുര മാഹാത്മ്യം, ദേവവന പ്രഭാവം, ഗോവർദ്ധന പരിക്രമണം, വിശ്രാന്തി തീർത്ഥ മാഹാത്മ്യം, ഗോകർണ ഉപാഖ്യാനം, കൃഷ്ണഗംഗ കലിഞ്ചർ മാഹാത്മ്യം,
തുടങ്ങിയവയും പ്രതിപാദിക്കുന്നു. 176 മുതൽ 200 വരെ അധ്യായങ്ങളിൽ ത്രിസൂര്യ പ്രതിഷ്ഠ, അയോധ്യ മഹോത്സവ മാഹാത്മ്യം, ശിലാമൂർത്തി സ്ഥാപനം, താമ്രമൂർത്തി സ്ഥാപനം, ശ്രാദ്ധോൽപത്തി, ശ്രാദ്ധ മാഹാത്മ്യം, സംസാരചക്രം, യമരാജപുര വർണ്ണനം, നരകയാത സ്വരൂപ വർണ്ണനം, ചിത്രഗുപ്ത കിങ്കര രാക്ഷസ യുദ്ധം മുതലായവയും കാണാം. 201 മുതൽ 211 വരെ അധ്യായങ്ങളിൽ കർമ്മഭാഗം, ചിത്രഗുപ്ത ദൂതനിയോഗം, ശുഭകർമ്മ ഫലാനുകീർത്തനം, സത്കൃത്യ ഫലസൂചന, യമഗീത, പതിവ്രത മാഹാത്മ്യം, മഹേശ്വര പൂജ, നന്ദീശ്വര വരപ്രദാനം, ധരണീവരാഗ സംവാദ ഫലശ്രുതി മുതലായവയും കാണാം. പർവ്വതങ്ങളോടും നദികളോടും കൂടി സമുദ്രപരിവൃതയായ ഭൂമി പാതാളത്തിലേക്ക് താണുപോയപ്പോൾ തൻ്റെ ദംഷ്ട്രത്താൽ ഒരു മണ്ണുരുളയെന്ന പോലെ അനായാസം ഉയർത്തിയ വരാഹമൂർത്തിയായ വിഷ്ണു ഭഗവാൻ ഭൂമിദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് വരാഹമഹാപുരാണം. ദൈത്യരാജനായ ഹിരണ്യാക്ഷനെ വധിച്ചുകൊണ്ട് ഭൂമിദേവിയെ മോചിപ്പിക്കാനായിട്ടാണ് ഭഗവാൻ ഈ അവതാരം എടുത്തത്. ഹിരണ്യാക്ഷനുമായി നടന്ന ഘോര യുദ്ധത്തിൽ ഭൂമിദേവിയെ മടിയിലിരുത്തിയാണ് ഭഗവാൻ പോരാടുന്നത്. ദൈത്യനിഗ്രഹത്തിന് ശേഷം ഭൂമിദേവിയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു. ഭഗവാനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന ഭൂമിദേവി അദ്ദേഹത്തിൻ്റെ കുക്ഷിയിൽ ധർമ്മകാമികളായ രുദ്രന്മാരോടും ദേവന്മാരോടും വസ്തുക്കളോടും സിദ്ധസംഘത്തോടും മഹർഷിമാരോടും കൂടിയ ചന്ദ്രസൂര്യ ഗ്രഹാദി സപ്തലോകങ്ങൾ ഉൾക്കൊള്ളുന്ന അണ്ഡകടാഹത്തെയും അതിനുള്ളിലെ സർവ്വ പ്രതിഭാസങ്ങളെയും ദർശിക്കുന്നു. 1 മുതൽ 112 വരെ ഭൂമിദേവിയും വിഷ്ണു ഭഗവാനുമായുള്ള സംഭാഷണമാണ് കാണുന്നത്. 113 മുതൽ 192 വരെ സനൽകുമാരന്മാരുമായി പൃഥ്വിയുടെ സംവാദം. 193 മുതൽ 213 വരെ ആചാരങ്ങൾ, ധർമ്മസംഹിത ഇതൊക്കെയാണ് കാണുന്നത്. 214 മുതൽ 218 വരെ വൈഷ്ണവമായ പുരാണത്തിനെ ശൈവമായ കാര്യങ്ങൾ പറയുന്നതും കാണാം. ഒരു വ്യക്തിയെ തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് വ്രതങ്ങൾ. തീർത്ഥസ്നാനങ്ങളും ദേവാലയങ്ങൾ സന്ദർശിച്ച് പാപമോചനം നേടാം. ഇതും വരാഹ മഹാപുരാണത്തിൽ പറയുന്നുണ്ട്. പിതൃക്കൾ പുണ്യലോകത്തിൽ തൃപ്തരായി കഴിയാൻ അവർക്ക് വേണ്ടി പുത്രന്മാർ ചെയ്യുന്ന ശ്രാദ്ധം പ്രധാനമാണ്. ഓരോ ദിവസവും ചെയ്യേണ്ട വ്രതാനുഷ്ഠാനങ്ങളെ നിർദ്ദേശിക്കുക മാത്രമല്ല, ആ ദിവസത്തിൻ്റെ പ്രാധാന്യവും ആ പൂജ ചെയ്ത് പുണ്യം നേടിയവരുടെ കഥകളും വരാഹ മഹാപുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. സാമാന്യ ജനങ്ങളെ സദാചാരത്തിലേക്ക് നയിക്കാൻ വരാഹ മഹാപുരാണത്തിന് കഴിയുന്നു. ഭുവനകോശത്തെയും വിന്യാസത്തെയും പറ്റി മറ്റ് പുരാണങ്ങളിലുള്ള വിവരണങ്ങളാണ് വരാഹ മഹാപുരാണത്തിലും ഉള്ളത്. സദാചാരത്തെപ്പറ്റിയും ധർമ്മസംഹിതകളെപ്പറ്റിയും വിവരണങ്ങൾ വരാഹ മഹാപുരാണത്തിൽ കാണാം. ഭക്തികാര്യങ്ങളോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള വ്യക്തിയുടെ കടപ്പാടിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ശ്ലാഘനീയമാണ്. പല സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന അറിവ് കൂടിച്ചേരുകയും ചിന്ത അതിനെ മതിക്കുകയും ചെയ്യുമ്പോഴാണ് ജ്ഞാനമായി മാറുന്നത്. ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള മത്സരവും ഇവിടെ കാണാം. വെളിച്ചവും ഇരുളും തമ്മിൽ മത്സരം, നന്മയും തിന്മയും തമ്മിലുള്ള മത്സരം. അവസാനം വെളിച്ചവും ജ്ഞാനവും നന്മയും പുലർന്ന് മറ്റെല്ലാം നശിക്കുന്നതായും കാണാം. വരാഹ മഹാപുരാണത്തിൻ്റെ ദർശനങ്ങൾ എന്താണെന്നൊന്ന് നോക്കാം. സൃഷ്ടിയും സംഹാരവും അനന്തമായി തുടരുന്ന ഒരു ചക്രമാണെന്ന ദർശനം, പുനരാവർത്തന ദർശനം, ധർമ്മത്തിൻ്റെ ദർശനം, സംരക്ഷണ ദർശനം, ധാർമ്മിക ജീവിത ദർശനം, നന്മയെ പരിപാലിക്കുന്ന അവതാര ദർശനം എന്നിവ വരാഹ മഹാപുരാണത്തിൽ കാണാം. ഭക്തി ദർശനം ശാന്തവും സമാധാനപരവുമായ ഭക്തി ജീവിതത്തിൽ ധർമ്മം സ്ഥാപിക്കാൻ ഉതകുമെന്നും പറയുന്നു. പുനർജന്മം ഒഴിവാക്കുന്ന മോക്ഷദർശനം, വേദാന്ത തത്വശാസ്ത്ര ദർശനം, പ്രകൃതി പരിസ്ഥിതി സംരക്ഷണ ദർശനം, അധർമ്മം അസുരത്വം എന്നിവയെ നശിപ്പിക്കും എന്നുള്ള ദർശനം, ഇവയും വരാഹ മഹാപുരാണത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ പുരാണം കേൾക്കുന്നതും വായിക്കുന്നതും ഒരുവൻ്റെ പാപങ്ങളെ നശിപ്പിക്കുകയും മോചിപ്പിക്കുകയും മനസ്സിൻ്റെ ക്ലേശങ്ങളെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. വരാഹ മഹാപുരാണം ഇവിടെ നിർത്തുന്നു.